എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഡിസംബർ മാസമൊക്കെ വരാറായി, ക്രിസ്മസ് ഒക്കെ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു കുഞ്ഞ് സ്റ്റാർ ഉണ്ടാക്കാൻ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് ക്രിസ്മസ് ആവുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ട്രീ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു ട്രീയിലൊക്കെ ഹാങ് ചെയ്തിടാനൊക്കെ ഇത് എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ നമുക്ക് 3 പേപ്പർ വേണം കേട്ടോ. അപ്പോൾ 3 പേപ്പർ ഫുള്ളൊന്നും വേണ്ട, അതിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ മതി. അതിന് ഞാൻ റെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇതിൻ്റെ താഴെയുള്ള ഒരു കളറില്ലേ അതും എടുത്തിട്ടുണ്ട്, പിന്നെ വൈറ്റ് പേപ്പറും പിന്നെ എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള 3 കളർ എടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒരു ചതുരം വരയ്ക്കണം. അപ്പോൾ ഞാൻ 8 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള ഒരു ചതുരം, സമചതുരമാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വലുത് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒരു വലിയ ചതുരം വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ റെഡും പിന്നെ മറ്റേ കളറും ഓരോ ചതുരങ്ങളും കട്ട് ചെയ്ത് എടുത്തു. ഇനി ഞാൻ മടക്കുന്ന പോലെ ഇങ്ങനെ മടക്കുക. ആ ഒരു കോർണർ ടു കോർണർ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കുക. ആ ഒരു മടക്ക് നമുക്ക് വരണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ മടക്കുക, പിന്നെ വീണ്ടും അഴിച്ചിട്ട് ഓപ്പോസിറ്റായിട്ടും കോർണർ ടു കോർണർ ഒന്ന് മടക്കുക. ആ ഒരു പാട് അവിടെ കറക്റ്റ് വരണം. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ ചെറിയ വ്യത്യാസം നമ്മൾ എടുത്തിട്ടുള്ള ചതുരത്തിലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ശരിയാക്കിയാൽ മതി. ഇപ്പോൾ കണ്ടോ, ഞാൻ മറ്റേ സൈഡും ഇതേപോലെ കോർണർ ടു കോർണർ പിടിച്ചിട്ട് മടക്കി. അപ്പോൾ കറക്റ്റ് ആ ഒരു പാട് വരും. നമ്മൾ ആദ്യം മടക്കേൻ്റെയും ഇപ്പോൾ മടക്കേൻ്റെയും പാട് നമുക്ക് ഇങ്ങനെ നിവർത്തുമ്പോൾ കാണാൻ പറ്റും. കണ്ടോ, ഇനി ഇതാ ഇതേ രീതിയിലാണ് മടക്കേണ്ടത്. ആ ഒരു ചതുരത്തിന് ഈ രീതിയിലും 2 സൈഡിലേക്ക് മടക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെയും ആ ഒരു മടക്കുകൾ അവിടെ ഇങ്ങനെ തെളിഞ്ഞ് വരണം. കണ്ടോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണെന്ന് വെച്ചാൽ മറ്റേ പീസില്ലേ അതിലും ഈ ഒരു സെയിം രീതിയിൽ തന്നെ ഒന്ന് മടക്കിയെടുക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മടക്കി എടുത്തിട്ടുള്ള ആ മടക്കിൽ കൂടെ ചെറിയ 4 ലൈൻസ് കുറച്ച് ലെങ്ത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ അളവൊന്നും ഞാൻ പറയുന്നില്ല, ഏകദേശം ആ ഒരു പകുതി വരെ ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നേരിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ലൈനും കൂടെ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി നമ്മൾ വരച്ചു കൊടുത്ത ആ ഓരോ ലൈൻസും ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 പേപ്പറിൻ്റെ പീസിലും ഈ രീതിയിൽ തന്നെ ചെയ്യണേ. ഇനി നമ്മുടെ ഈ ഒരു ചതുരത്തിൻ്റെ ആ ഒരു കോർണറിൽ ഇതാ ഇതേപോലെ മടക്കി കൊടുക്കുക. കണ്ടോ, ഞാൻ മടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ആ രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്ക് വരുത്തണം കേട്ടോ. അപ്പോൾ ഓരോ കോർണറും പിടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്തത് ശരിയായിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ കയറ്റി കട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങൾ മടക്കുമ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ എല്ലാം ഒന്നും ഇങ്ങനെ മടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ മടക്കി കൊടുത്തു. ഇനി നമ്മൾ മടക്കി എടുത്തിട്ടുള്ള ഈ കോർണറുകളില്ലേ ഇതിങ്ങനെ ഒരെണ്ണത്തിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കണം. അപ്പോഴല്ലേ കറക്റ്റ് ആ ഒരു സ്റ്റാറിൻ്റെ ഒരു 3D ഇത് കിട്ടുള്ളൂ, ഷേപ്പ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ കോർണറും നമ്മൾ ഗമ്മ് വെച്ചിട്ടൊന്ന് ഒട്ടിക്കാൻ പോവാണ്. ഇത് മടക്കിയതിൻ്റെ ഒരു സൈഡിൽ ഇതാ ഇങ്ങനെ ഗമ്മ് തേക്കി, എന്നിട്ട് മറ്റേ ഭാഗം കുറച്ചിങ്ങനെ കയറ്റിയിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ രണ്ടും ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ A4 ഷീറ്റിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ അളവിന് കറക്റ്റായിട്ട് 2 സ്റ്റാറുകൾ കട്ട് ചെയ്തെടുക്കുക. വെറുതെ പ്ലെയിൻ പേപ്പറിൽ കേട്ടോ, ഈ സെയിം അളവിന്. ഇപ്പോൾ ഇതാ നമ്മുടെ 2 കളറിലുള്ള 3D സ്റ്റാറുകളും പിന്നെ 2 പ്ലെയിൻ പേപ്പറിലുള്ള സ്റ്റാറിൻ്റെ ഷേപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഗമ്മ് തേച്ചിട്ട് എല്ലാം ഒന്ന് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒട്ടിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിക്കുക കേട്ടോ. ഏറ്റവും താഴെ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് വെച്ചു, പിന്നെ ഗമ്മ് തേച്ചിട്ട് ആ വൈറ്റ് പേപ്പർ വെച്ചിട്ടുള്ള സ്റ്റാറുകൾ ഇങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ മുകളിലും ഇതാ നമ്മുടെ 3D സ്റ്റാർ തന്നെ വെച്ച് കൊടുത്ത് ഒട്ടിച്ചു. കണ്ടോ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ പീസിലോ അല്ലെങ്കിൽ ആ സ്റ്റാറിൻ്റെ കോർണറിലോ എവിടെയെങ്കിലും ഒരു ഹോൾ ഇട്ടിട്ട് ചെറിയ നൂല് കെട്ടി കൊടുക്കുക കേട്ടോ. നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ ഇങ്ങനത്തെ കുട്ടി കുട്ടി സ്റ്റാറുകൾ കുറച്ചധികം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും.
അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഐഡിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തും ഹാങ് ചെയ്തിടുക കേട്ടോ ക്രിസ്മസിന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയാനും മറക്കരുത്. ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. പിന്നെ ഇപ്പോൾ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് റെഗുലറായിട്ട് വീഡിയോ ഇടാനായിട്ട് പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഡിസംബർ കഴിയുന്നവരെ കുറച്ച് തിരക്ക് തന്നെയാണ്. അത് കഴിയുമ്പോൾ റെഗുലറായിട്ട് തന്നെ ഞാൻ വീഡിയോ ആയിട്ട് വരും. എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.